പത്തനംതിട്ട തിരുവല്ല പെരുന്തുരുത്തിയിൽ കനത്ത മഴയിൽ റോഡിൽ വെള്ളം കയറി. അപ്പർ കുട്ടനാട്ടിലും കനത്ത മഴയാണുള്ളത്. റോഡ് ഗതാഗതം ദുഷ്കരമാകുകയാണ്. പമ്പ മണിമലയാറുകൾ കരകവിഞ്ഞ് ഒഴുകുന്നു. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, എന്താണ് ജില്ലയിലെ പൊതു അവസ്ഥ? മാധു, ജില്ലയിൽ ഇന്ന് മുതൽ ജൂൺ 2 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. തിരുവല്ല ഭാഗത്താണ് പ്രധാനമായിട്ട് വലിയ കനത്ത മഴ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ പകൽ മാത്രം ഉളനാട് 82 മില്ലി ലിറ്ററും തിരുവല്ലയിൽ 49 മില്ലി ലിറ്ററുമാണ് മഴ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന മണിമലയാർ അടക്കമുള്ളവ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിയുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് നിലവിൽ സാധ്യത പ്രവചിക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ 64.5 മുതൽ 115 മില്ലി ലിറ്റർ വരെ മഴ ലഭിക്കാനും സാധ്യത കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് അടക്കം പറയുന്നു. വിവിധ സർക്കാർ വകുപ്പുകളുടെ മുന്നറിയിപ്പുകൾ എന്തായാലും പൊതുജനം ശ്രദ്ധിക്കണം. അടുത്ത ദിവസങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് നിലവിൽ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തലുള്ളത്. ഇതേ തുടർന്ന് തിരുവല്ല താലൂക്കിലെ ഇന്നലെ കനത്ത മഴയെ തുടർന്ന് വൈകിട്ട് 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടങ്ങിയിട്ടുള്ളത്. അത് തിരുമൂലപുരത്തും കവിയൂരുമാണ് ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുള്ളത്. തിരുമൂലപുരത്ത് ഇടയ്ക്കാട് സ്കൂൾ, കവിയൂർ എന്നിവിടങ്ങളിൽ ആണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. കവിയൂരിൽ തന്നെ 6 കുടുംബത്തിലെ 17 പേരെ അടക്കം തിരുമൂലപുരത്തും ഒരു കുടുംബത്തിലെ 3 പേരുമാണ് നിലവിൽ ക്യാമ്പിലുള്ളത്. എന്തായാലും കൂടുതൽ ക്യാമ്പുകൾ ജില്ലയിൽ തുറക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും തിരുവല്ലയിൽ ക്യാമ്പുകൾ തുറക്കുന്നു. ഒപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ക്യാമ്പുകൾ തുറക്കുന്നുണ്ട്. എന്തായാലും മണിമലയാറാണ് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. മണിമലയാർ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതി തിരുവല്ല ഭാഗത്തേക്കുണ്ട്. പമ്പ അത്ര സ്ഥിതി രൂക്ഷമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. മാധു. ഓക്കെ, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.